സുഹൃത്തുക്കളെ, ഇവിടെ രണ്ട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേരളത്തിലെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട ഉസ്താദിനെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളെയും കാണാൻ എത്തിയതാണ്. നോക്കൂ നിങ്ങൾ, ഈ സന്ദർശനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കൊക്കെ അറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഓപ്പറേഷൻ തൂഫാൻ, അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സന്ദർശനം. അതുകൊണ്ട് തന്നെ ജിഫ്രി തങ്ങളെയും ബഹുമാനപ്പെട്ട AP ഉസ്താദിനെയും ഇതിന്റെ തൂഫാൻ വാരിയറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തല. ഈ കാഴ്ചകൾ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നിപ്പോവാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ അറിയാം, നമ്മളിപ്പോ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മളൊക്കെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ പിടിക്കപ്പെടുന്ന വ്യക്തികൾ അധികവും മുസ്ലിം നാമധാരികളാണ് എന്നുള്ള വളരെയധികം വേദനയാണ് നമുക്കുണ്ടാകുന്നത്. രമേശ് ചെന്നിത്തല സാറിന്റെ ഈ സന്ദർശനം ഇത് വളരെയധികം ഫലം ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടുത്തെത്തുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിന് 100% പിന്തുണ കൊടുക്കണം. ജിഫ്രി തങ്ങളുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാൻ മതിയാവും. സംസ്ഥയുടെ നേതൃത്വത്തിൽ ഈ ഒരു ക്യാമ്പയിൻ വേണം. അതെ, അതിന്റെ പോഷക സംഘടനകളും ഒരുമിച്ച് ഇറങ്ങണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് വന്നത്. താങ്കൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള പിന്തുണ? എല്ലാ നിലക്കുള്ള പിന്തുണയും, ഇതൊരു സൽക്കർമ്മമാണല്ലോ. അപ്പൊ നന്മയല്ലേ, നന്മയ്ക്ക് എപ്പോഴും നമ്മളെ വന്ന് പിന്തുണ ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഈ സന്ദർശനത്തിന് ശേഷം ഉസ്താദിന്റെ FB എഴുതിയത് നമുക്കൊന്നിങ്ങനെ വായിക്കാം. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് മർക്കസിൽ സ്വീകരിച്ചു. ഏറെ കാലമായി സൗഹൃദ വലയത്തിലുള്ള അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ വിവിധ പരിപാടികൾ പങ്കെടുക്കാൻ വന്ന വേളയിലായിരുന്നു കൂടിക്കാഴ്ചയ്ക്കെത്തിയത്. ലഹരി മാഫിയയുടെ വേരെറുക്കാനായി ആഭ്യന്തര വകുപ്പും കേരള പോലീസും സംയുക്തമായി ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നോർക്ക ഹാൻഡ് ക്യാമ്പയിന്റെയും ഞങ്ങളുടെ സംഘടനയുടെയും സ്ഥാപനങ്ങളുടെയും പിന്തുണ അറിയിച്ചു. കേരളത്തിലെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ബഹുജന സംഘടന എന്നുള്ള നിലയിൽ സമസ്ത ജമിയത്തുൽ ഉലമയുടെയും കീഴട സഹകരണവും പങ്കാളിത്തവും ഈ ക്യാമ്പയിൻ ഉണ്ടാവണമെന്ന് അദ്ദേഹം കണ്ട നിങ്ങൾ. അപ്പൊ അദ്ദേഹം പിന്തുണ ആവശ്യപ്പെട്ടു ചെന്നു. ആ പിന്തുണ ബഹുമാനപ്പെട്ട AP ഉസ്താദും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇരു സമസ്തയും ഇതിനെതിരെ, ഈ ലഹരിക്കെതിരെ, ഇത്തരം മാഫിയകൾക്കെതിരെ രംഗത്ത് വരും. അത്തരം ക്യാമ്പയിൻ തുടർന്നും ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലഹരിക്കെതിരെ മഹല്ലുകള് സജീവമായിട്ട് രംഗത്ത് വരേണ്ടതുണ്ട്. ഇവിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടെ കേൾക്കാം. കേരളത്തിലെ എല്ലാ പള്ളികളിലും ഇതിനൊരു ആഹ്വാനം നടത്തണം. ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററാണ് നോർത്തേൺ IG. ഞാൻ ഈ സന്ദർഭത്തിൽ തൂഫാൻ വാര്യർ, രാജ്യത്തെ തൂഫാൻ വാര്യറായത് പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാലാണ്. ഇപ്പോൾ ശ്രീ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദിനെ ഞാൻ ബാഡ്ജ് ധരിച്ച് ഇതിന്റെ തൂഫാൻ വാര്യറായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രത്യേക നിമിഷമാണ്. ഇപ്പോൾ നമ്മളോട് ഒരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സർക്കാർ വരികയാണ്, നമ്മുടെ ഉസ്താദുമാരടുത്ത്, നമ്മുടെ സയ്യിദന്മാരടുത്ത് വരിക. ഇത് നമ്മളോട് പറയും. എന്തിനു വേണ്ടിയിട്ടാണ് അവർ വരുന്നത്? പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലെ? അപ്പൊ എന്തുകൊണ്ട് ഇത്തരം പദ്ധതികൾ നമുക്ക് ഏറ്റെടുത്തുകൂടാ? ഇതിന് ഇത്തരത്തിലുള്ള രഹസ്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുള്ള അപ്പോൾ ആപ്പ് പോലെയുള്ള ആപ്ലിക്കേഷനുകളുണ്ട്, ഇവിടെ ലഭ്യമാണ്. അതിന് നമുക്ക് നമ്മൾ അറിയുന്ന വിവരങ്ങൾ കൈമാറാൻ വേണ്ടപ്പെട്ടവർക്ക് എവിടേക്കാണ് ഇത്തരം പദാർത്ഥങ്ങൾ ഉള്ളത് എന്ന് കൈമാറാൻ പറ്റും നമുക്ക്. ഇത് ബിസിനസ് താല്പര്യങ്ങൾ അനുസരിച്ച് മാത്രം, ആ താല്പര്യങ്ങൾ മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ട് ഇത് വിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. അവര് വരും വരായികളെ കുറിച്ചൊന്നും അവർ ചിന്തിക്കൂല. അവർക്ക് അവരുടെ ബിസിനസ് അത് മാത്രമേ അവരുടെ ലക്ഷ്യമുള്ളൂ. പക്ഷെ ഇത് അല്പം കഴിയുമ്പോഴേക്ക് ഇത്ര മാത്രം നമ്മുടെ നാടിനൊക്കെ പടർന്നു പിടിച്ചതൊക്കെ ഇതിനെതിരെ രംഗത്ത് വരാത്ത ഒരൊറ്റ കാരണമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഒരു പുതിയ സർക്കാരിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു മുന്നേറ്റം നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇത് ഈ രീതിയിൽ വന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്തരത്തിൽ വിജയിക്കാൻ കാരണം. ഒരു പക്ഷേ ഇലക്ഷന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ തന്നെ വരുമായിരുന്നില്ല. കാരണം അത്രയും ലഹരിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളാണ് ഇതിനെതിരെ രംഗത്ത് വരേണ്ടത്. ഇവിടെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല, നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളെ നാടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അതിന് നമുക്കൊക്കെ കഴിയട്ടെ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്.